Hello guys, welcome back to my channel Dazzling Lotus. This is Shamsia with you guys. അപ്പോൾ നമ്മൾ thumbnail കണ്ട പോലെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ pretty ഇയറിങ്സ് ആണ്. ഇത് ഓണം സീരീസിൻ്റെ എപ്പിസോഡ് 2 ആണ്. അപ്പോൾ without any further ado, let's get into the video. ഈ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാധനത്തിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അത് ചെക്കൗട്ട് ചെയ്യാം. ഇത് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കാർഡ്ബോർഡ്സ് ആണ്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഈ ടെക്സ്റ്റൈൽസിൻ്റെ ഉള്ളിൽ വെച്ച് വന്ന അതുപോലെ പെർഫ്യൂം ബോട്ടിലിൻ്റെ ഉള്ളിൽ വന്ന കാർഡ്ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കട്ട് പീസസ് ഇത് ഞാനൊരു തൊട്ടടുത്തുള്ള ടൈലറിങ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഈ തുണി അടിച്ചതിൻ്റെ ബാക്കി വേസ്റ്റ് തുണികൾ. പിന്നെ നമ്മൾ ഉപയോഗിക്കാതെ അല്ലാതെ ഉപയോഗിച്ച് പഴകിയ ഇതുപോലത്തെ ഇങ്ങനത്തെ പഴയ കമ്മലുകൾ ഉണ്ടെങ്കിൽ അത് ഇപ്പം ഞാനിത് എൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഇതിപ്പോൾ ടീമോളിൽ നിന്ന് വാങ്ങിയ നമ്മുടെ ഷെൽസാണ്. അതുപോലെ ഇങ്ങനത്തെ നിങ്ങളുടെ ഡിസൈനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഗ്ലൂ, ഇത് ക്ലോത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ജംപ് റിങ്സ് അതുപോലെ ഈ ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് എന്തുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് അതെല്ലാം ആവശ്യം വരും. ഹാൻഡി ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന വർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഇതെല്ലാം ഞാൻ സ്റ്റോക്കപ്പ് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനത്തെ പ്രോജക്ട്സ് വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം ജ്വല്ലറിയിൽ നിന്ന് മാറ്റി നമ്മൾ റെഡിയാക്കി വെക്കുക. ഇപ്പം ഞാനിത് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഞാൻ ഡ്രോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുവെച്ചെങ്കിൽ വരച്ച് പിന്നീട് ട്രേസ് ചെയ്യാം. അപ്പം ഞാനൊരു ടിയർ ഡ്രോപ്പ് ഷേപ്പാണ് ഫസ്റ്റ് ഡ്രോ ചെയ്യുന്നത്. അതിൻ്റെ അടിയിൽ ഈ ജുംക്ക അറ്റാച്ച് ചെയ്യാൻ വേണ്ടി. ഇതാണ് എൻ്റെ ഇയറിങ്സിൻ്റെ ഫസ്റ്റ് ഡിസൈൻ. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് ഇയറിങ്സ് ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് സെയിം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് അത് കട്ട് ചെയ്ത് മാറ്റി. ഇപ്പം നമ്മൾ സെക്കൻഡ് ഇയറിങ്ങിൻ്റെ ഡിസൈന് ഞാൻ കട്ട് ചെയ്യാൻ ഇതുപോലെ ഒരു കളറിങ് ട്യൂബിൻ്റെ ക്യാപ്പിൻ്റെ ഷേപ്പാണ് ഞാൻ യൂസ് ചെയ്തത്, റൗണ്ട് ഷേപ്പ്. അതിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഈ ജുംക്കയാണ്. ഈ ഒരു ഇയറിങ്സ് ഡിസൈനാണ്. അത് ഞാൻ ഡിറ്റാച്ച് ചെയ്ത് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് 1 by 1. നെക്സ്റ്റും ഒരു ഫ്രീ ഹാൻഡ് ഡിസൈനാണ് ഞാൻ ഓപ്റ്റ് ഔട്ട് ചെയ്തത് നമ്മുടെ ഷെൽസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഞാൻ ഇതുപോലെ വരച്ചു. പിന്നെ ഷെൽസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അത് കട്ട് ചെയ്തെടുത്തു. വൃത്തിയായിട്ട് കട്ട് ചെയ്യുക. ഷാർപ്പ് എഡ്ജസ് ഉണ്ടെങ്കിൽ ട്രൈ ടു ക്ലീൻ ഇറ്റ്. അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാബ്രിക് എടുത്ത് അത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ടെംപ്ലേറ്റ് ഒന്ന് വെച്ച് നോക്കുക. അതായത് നമുക്ക് ഏത് ഡിസൈനാണ് നമ്മൾ അത് ഒട്ടിച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ റാൻഡമായി കട്ട് ചെയ്യാതെ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ഈ ഫ്ലവറും അതുപോലെ ഈ ഒരു ബ്ലൂ കുറച്ച് ഏരിയ കാണണം എന്നുള്ള രീതിയിൽ ഞാൻ ട്രേസ് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് നന്നായി അതിൻ്റെ മേലൊന്ന് വെച്ച് നോക്കുക ഓക്കെ ആണോ എന്നുള്ളത്. വെച്ചതിന് ശേഷം നമ്മൾ ഗ്ലൂ എടുത്തിട്ട് നന്നായിട്ട് നല്ലൊരു കോട്ട് തിക്ക് ലെയർ ഗ്ലൂ, കാരണം ഇത് കറക്റ്റായിട്ട് അതിൽ ഒട്ടിയില്ലെങ്കിൽ നമുക്ക് ഡിഫിക്കൾട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കറക്റ്റ് പ്ലേസ് ചെയ്ത് ഗ്ലൂ ഒന്ന് അമർത്തി കൊടുത്ത് ലെറ്റ് ഇറ്റ് ഡ്രൈ കംപ്ലീറ്റ്ലി. നമ്മൾ എന്ത് ആദ്യമേ ചെയ്യുന്നതിന് മുൻപ് ഈ 3 ഡിസൈനും ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്ത് എവിടെയാണ് ഏത് ഡിസൈൻ എങ്ങനെ വേണ്ടതെന്നുള്ളത് കട്ട് ചെയ്ത് എടുത്തിട്ട് ഐ ലെറ്റ് ഇറ്റ് ഫോർ ഡ്രൈയിങ് കംപ്ലീറ്റ്ലി. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആയുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും അതിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലൂ തേച്ചതിന് ശേഷം ഈ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ചെറിയ കത്തരായിട്ട് ചെറിയ സ്ലിറ്റ് ഇട്ടിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി നമ്മളത് ഒട്ടിച്ച് കംപ്ലീറ്റായിട്ട് സെക്യൂർ ചെയ്യുക. സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക എങ്ങനെ അത് ഫ്രണ്ടിലോട്ട് കാണുന്നത് എന്നുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബൾജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അമർത്തി കൊടുത്ത് പ്രോപ്പർ ഷേപ്പിങ്ങിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം ഇതുപോലെ ഒരു പീസ് സെയിം ഫാബ്രിക്കിൻ്റെ തന്നെ കട്ട് ചെയ്ത് അതിൻ്റെ ബാക്കും കൂടി ഒന്ന് സെക്യൂർ ചെയ്യുക. അപ്പോൾ അത് വൃത്തിയിൽ അത് നമ്മൾ ആ കാർഡ്ബോർഡ് ആ കാണുന്ന ഭാഗം കൂടി മറഞ്ഞു പോകും. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് കൺസീലായി പോകും.
അപ്പോൾ നമ്മൾ ഗ്ലൂ ഒക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് ഞാൻ ഔട്ട് ഓഫ് ഫ്രെയിമായി പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. എക്സ്ക്യൂസ് ദാറ്റ്. പക്ഷെ ഞാൻ ചെയ്തത് ഇതാണ്, അത് നന്നായി ഒന്ന് ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്തത് നല്ല വൃത്തിയിൽ. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും. എഗെയിൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ സാധനവും ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിനെ ഒരു ഗുഡ് 2.5 hours ഡ്രൈ ചെയ്യാൻ വെക്കുക. ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഐറ്റംസ്, അതായത് ജുംകാസ്, അതുപോലെ ആ കളർഫുൾ ഹാങ്ങിങ്, ഇതെല്ലാം അറ്റാച്ച് ചെയ്യാനുള്ള ഹോള് ഡ്രില്ല് ചെയ്യുക. ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ്, ജ്വല്ലറി ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഡ്രില്ല് ചെയ്ത് ഹോളിട്ടു. അതിലോട്ട് ജുംക അറ്റാച്ച് ചെയ്ത് കൊടുത്തു. നല്ല ഭംഗി, നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നെക്സ്റ്റ് ആ ജുംക അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇത് നമുക്ക് മറ്റേ ഫ്ലോറൽ റൗണ്ട് പാറ്റേണിലോട്ട് അറ്റാച്ച് ചെയ്യണം. ഫസ്റ്റ് ഞാൻ ഡോട്ട് ചെയ്ത് എവിടെയാണ് ഡ്രില്ല് ചെയ്യേണ്ടതെന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് ഡ്രില്ല് ചെയ്യാൻ തുടങ്ങിയത്. ഇല്ലെങ്കിൽ ആ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. വീണ്ടും ഇതുപോലെ ഡ്രില്ല് ചെയ്ത്, അത്ര ഡിഫിക്കൾട്ട് അല്ലായിരുന്നു ഡ്രില്ല് ചെയ്യാൻ, പേപ്പറാണ്, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രില്ല് ചെയ്ത് ഞാൻ ഹോളെല്ലാം സെറ്റാക്കി സെയിം ജംപറിങ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിസൈൻ മെറ്റലിൻ്റെത് അത് അതിലോട്ട് ഹാങ് ചെയ്തു. ആൻഡ് നമ്മുടെ ഈ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് അത് ഞാൻ ക്ലോസ് ചെയ്തു, ആ ജംപറിങ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡിസൈൻ. ഇതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അടുത്ത ഡിസൈനിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഷെൽസ്, ഈ ഷെൽസ് ആ ഫ്രീ ഹാൻഡ് ഡ്രോ ചെയ്തതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതാണ് നെക്സ്റ്റ്. എല്ലാത്തിനും നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ഹോളിട്ടത്. എന്നിട്ട് ഷെൽസ് ഓരോന്ന് എടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അത് നമുക്ക് കുറച്ചൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് വെച്ചെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. വീഡിയോ ഇതുവരെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, അതുപോലെ ട്രാവൽ ആൻഡ് വ്ളോഗ്, ലൈഫ് സ്റ്റൈൽ, മേക്കപ്പ്, അങ്ങനെ ഒരു നമ്മുടെ ചാനലിൽ ഒട്ടുമിക്ക ഈ ടോപ്പിക്കിലുള്ള വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ ഇഫ് യു ലൈക്ക് ദിസ് ചാനൽ, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ ഷെൽസ് എല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ തേർഡ് ഡിസൈന്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് കൂടി ചെയ്ത് നമുക്ക് നമ്മുടെ ഇയറിങ്ങിൻ്റെ ലെഗ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ക്ലോത്ത് അറ്റാച്ച് ചെയ്യാൻ ഞാൻ വൈറ്റ് ഗ്ലൂ ആണ് ഉപയോഗിച്ചെങ്കിലും ഇത് ക്യുക്ക് ഡ്രൈ ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അറ്റാച്ച് ചെയ്തത്. ജസ്റ്റ് ക്യുക്കായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. ക്യുക്ക് ഡ്രൈ ഗ്ലൂ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് അറ്റാച്ച് ചെയ്തു, നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ മറ്റ് കമ്മലുകളിലും നമുക്ക് ലെഗ് അറ്റാച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെ ഓണത്തിന് അടിപൊളിയായിട്ട് കുർത്തയുടെ കൂടെയോ സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇത് നമ്മുടെ അജ്രക്കിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റിയ 3 ഡിസൈൻസാണ്, ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻസാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ലൈക്ക് ചെയ്യാനും, അതുപോലെ ഈ ഡിസൈൻസിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാനും, ഇതുപോലത്തെ കോണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെയായിരിക്കും എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് ഷംസിയ സൈനിങ് ഓഫ്. ബൈ.